കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് എന്ന പരാതി. പരപ്പനങ്ങാട് സ്വദേശിനെ സസ്രീനയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയ്ക്കുള്ള യന്ത്രം തകരാറിലായതോടെയാണ് ഇവരോട് ആശുപത്രി മാറാൻ നിർദ്ദേശിച്ചത് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുമെന്നും കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. 2 ആഴ്ച മുൻപാണ് പിത്താശയത്തിൽ കല്ലുണ്ടായതിനെ തുടർന്ന് നസ്രീനയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 6 ദിവസം മുൻപ് ശസ്ത്രക്രിയയിലൂടെ പിത്താശയ സഞ്ചി നീക്കം ചെയ്യുകയും ചെയ്തു. പിന്നാലെയാണ് വയറിലിട്ട ട്യൂബിലൂടെ ലിക്വിഡ് ലീക്ക് ചെയ്യാൻ തുടങ്ങിയത്. ട്യൂബിലൂടെ രക്തവും പിത്തരസവുമാണ് പുറത്തേക്ക് വന്നത്. ഡോക്ടർമാരുടെ പിഴവ് മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് അവരെ സഹായിക്കാൻ അവരെ സഹായിക്കാൻ വേണ്ടി പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഞങ്ങളെ മുമ്പിൽ തന്നെ എഴുതി അയച്ചിട്ടുണ്ട്. നസ്രീനയുടെ വിദഗ്ധ ചികിത്സയ്ക്കായി ERCP എന്ന മെഷീന്റെ സഹായം ആവശ്യമുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ മെഷീൻ തകരാറിലായതിനാൽ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു കൊണ്ടുപോയി. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ്. എന്നാൽ കുടുംബത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകാമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇവരെ അറിയിച്ചു. ഞങ്ങൾ ചോദിച്ചു ഡോക്ടറോട്, ഇത് നിങ്ങൾ സർജറി ചെയ്തതുകൊണ്ടല്ലേ ഈ ലീക്ക് വരുന്നത്, ബ്ലഡും നീരൊക്കെ വരുന്നത്? സർജറിയിൽ വന്നൊരു ഫാൾട്ടാണ്. അതേസമയം ശസ്ത്രക്രിയ പിഴവ് മറച്ചുവെക്കുന്നതിനാണ് മെഷീൻ തകരാറിലാണെന്ന വാദം ഡോക്ടർമാർ ഉയർത്തുന്നതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാനൊരുങ്ങുകയാണ് നസ്രീനയുടെ കുടുംബം. മീഡിയ 1 കോഴിക്കോട്.